ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ്. ലെക്സ് കോസ്റ്റ്, ലോ ലേണിംഗ് ജേർണി എന്നർത്ഥം. അപ്പോൾ ഈ സെഗ്മെൻറ്റിലൂടെ നിയമം പഠിക്കുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ എക്സാമിനും മറ്റും നിയമം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ നിയമം ബേസിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ലോ അവയർനെസ് അല്ല, പകരം നിയമ പഠനം തന്നെയാണ്. അപ്പോൾ ലെക്സ് ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് ക്രിമിനൽ ലയബിലിറ്റി എന്ന പോർഷനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എലമെൻറ്റ്സ് ഓഫ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ആണ് വരുന്നത്. അത് ആക്ടസ് റിയ ആൻഡ് മെൻസ് റിയ എന്നാണ്. അപ്പോൾ ആക്ടസ് റിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ആക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനെയാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിനെയാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. ഒരു പ്രതി അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതൻ എന്ത് ചെയ്തു എന്നതിനെയാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. ആക്ടസ് റിയ ഈസ് എ ഫിസിക്കൽ ആക്ട് ഓർ ഒമിഷൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ക്രൈം. ഇറ്റ്സ് അബൌട്ട് വാട്ട് ദ അക്യൂസ്ഡ് ഡിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുറ്റകരമായ ഒരു പ്രവൃത്തിയെയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷനെയാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. അതാണ് രണ്ട് ഫണ്ടമെൻ്റൽ ഒന്നാമത്തെ ആയിട്ടുള്ള എലമെൻറ്റ്. ഇനി പ്രധാനമായിട്ടുള്ള എലമെൻറ്റ്, ഒരു ആക്ട് കമ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ അത് കുറ്റമാണെങ്കിൽ അത് മാത്രം മതിയോ അത് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാകാൻ? ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാകണമെങ്കിൽ അതിന് ഒന്നുകൂടി വേണം. അതാണ് സെക്കൻഡ് എലമെൻറ്റ്, മെൻസ് റിയ. മെൻസ് റിയ എന്ന് പറയുമ്പോൾ കുറ്റകരമായ അല്ലെങ്കിൽ ഗിൽറ്റി മൈൻഡ്, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ആ വ്യക്തിയുടെ മാനസികമായ എലമെൻ്റാണ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ എലമെൻ്റാണ് ഈ മെൻസ് റിയ എന്ന് പറയുന്നത്. അത് അയാളുടെ അറിവായിരിക്കാം, ഈ ചെയ്യാൻ പോകുന്നത് കുറ്റമാണല്ല തെറ്റാണെന്നുള്ള അറിവായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ അശ്രദ്ധയാവാം, അല്ലെങ്കിൽ ഇൻറ്റൻഷനാവാം, അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു ഉദ്ദേശമാവാം. ഇതിനെയാണ് മെൻസ് റിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം അതല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ കുറ്റകരമായ പ്രവണത എന്നതിനെയാണ് നമുക്ക് മെൻസ് റിയ എന്ന് പറയുന്നത്. മെൻസ് റിയ ഈസ് ആൻ മെൻ്റൽ എലമെൻറ്റ്. ദ ഇൻറ്റൻഷൻ, നോളജ്, റെക്ലെസ്നെസ് ഓർ നെഗ്ലിജൻസ് ബിഹൈൻഡ് ദി ആക്ട്. അപ്പോൾ ഒരു കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ഒരു ക്രൈമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് എലമെൻ്റാണ്. ദാറ്റ് ഈസ് ദ ഗിൽറ്റി മൈൻഡ് ആൻഡ് ദി ഗിൽറ്റി ആക്ട്. ഗിൽറ്റി ആക്ട് എന്ന് പറയുന്നത് ആക്ടസ് റിയയും ഗിൽറ്റി മൈൻഡ് എന്ന് പറഞ്ഞാൽ മെൻസ് റിയയും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലാറ്റിൻ മാക്സിം ഉണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ആക്ടസ് നോൺ ഫാസിറ്റ് റിയം നിസി മെൻസിറ്റ് റിയ എന്നാണ് ആ മാക്സിം. ആ മാക്സിമിൻ്റെ അർത്ഥം ആൻ ആക്ട് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഗിൽറ്റി അൺലെസ് ദ മൈൻഡ് ഈസ് ഓൾസോ ഗിൽറ്റി. ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഒരാളെ കുറ്റവാളിയാക്കുന്നില്ല, മറിച്ച് അയാൾക്ക് ഒരു കുറ്റകരമായ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പില്ലാതെ ഒരാളും ഒരു കുറ്റവും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സാധനം മോഷ്ടിക്കുക അല്ലെ ഒരു വസ്തു മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ആക്ടസ് റിയയാണ്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. മറ്റൊരാളുടെ വസ്തു മോഷ്ടിക്കുക എന്നുള്ളത്, അത് മറിച്ച് വിൽക്കുക അല്ലെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വിറ്റ് പണം വാങ്ങുക എന്നുള്ളതാണ് മെൻസ് റിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തനിക്ക് ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളിൽ നിന്നും ഒരു വസ്തു എടുക്കുന്നതിനാണ്. അപ്പോൾ എടുക്കുക എന്നത് ആക്ഷൻ, ആക്ടസ് റിയയും അത് തനിക്ക് ലാഭമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമാണ് മെൻസ് റിയ അഥവാ ഗിൽറ്റി മൈൻഡ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നമുക്ക് നോക്കാം. ആർ വേഴ്സസ് വോൾമിംഗ്ടൺ 1935 ഒരു കേസാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് ബോത്ത് ആക്ടസ് റിയ ആൻഡ് മെൻസ് റിയ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്നതാണ്. അപ്പോൾ ദി ഫണ്ടമെൻ്റൽ എലമെൻ്റ് ഓഫ് ക്രൈം അല്ലെ ക്രിമിനൽ ലയബിലിറ്റിയുടെ രണ്ട് ഫണ്ടമെൻ്റൽ എലമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്, ആക്ടസ് റിയ ആൻഡ് മെൻസ് റിയ. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ, താങ്ക് യു.